കേരളത്തിൽ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഒരു പുതിയ NH വരുന്നുണ്ട്, 6 വരിപ്പാതയാക്കുവാണ്. അപ്പം അതിൽ യു ടേണുകളില്ല. നമ്മുടെ സിലബസിൽ ഏറ്റവും ലാസ്റ്റാണ് ഈ ഹൈവേ ക്രൂസിംഗ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉള്ളത്. അവൻ ഹൈവേയിൽ ഓടിക്കണമെങ്കിൽ അത്ര നല്ലൊരു ഡ്രൈവർ ആയതിനു ശേഷം അവനെ ഹൈവേയിൽ കൊണ്ട് കയറ്റുള്ളൂ. കാരണം ഹൈവേസിലാണ് ഫാറ്റൽ ആക്സിഡൻസ് കൂടുതലുണ്ടാകുന്നത്. നമ്മൾ ഒരു ചെറിയ അശ്രദ്ധ മതി. സബ് റോഡിൽ നിന്ന് വന്ന് നമ്മൾ മെയിൻ റോഡിൽ കയറുവാണ്. പുറത്തൊക്കെ മിക്ക സ്ഥലത്തും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സബ് റോഡ് വന്ന് കയറുമ്പം കുറേ ദൂരം സബ് റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന് ചേർന്നുണ്ടാവും, എന്നിട്ടായിരിക്കും കയറുക. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ മെയിൻ റോഡിലോട്ട് വന്ന് കയറുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന ആളുടെ സ്പീഡ് മാച്ച് ചെയ്യണം. സ്ലോ ചെയ്തല്ല ലൈൻ ചേഞ്ച് ചെയ്യേണ്ടത്, സ്പീഡ് മാച്ച് ചെയ്തിട്ടാണ്. നമ്മൾ സ്പീഡ് കൂടുതലാണെങ്കിൽ സ്പീഡ് കുറയ്ക്കണം, സ്പീഡ് കുറവാണെങ്കിൽ സ്പീഡ് കൂട്ടണം. അതുപോലെ തന്നെയാണ് ഡൈവേർജ് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെയാണ് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴും. അപ്പോൾ ഈ ലൈൻ ചേഞ്ച് ചെയ്യുമ്പം ഇത്രയും സ്പീഡിൽ ബാക്കിൽ നിന്നൊക്കെ വണ്ടി വരുമ്പം ചിലർക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പൊസിഷൻ മാത്രം നോക്കിയാൽ പോരാ, സ്പീഡും കൂടെ നോക്കണം ഹൈവേസിൽ. പിന്നെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 2 സെക്കൻഡ് റൂൾ എന്ന് പറയും. അതായത് ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടിയുണ്ട്, ആ വണ്ടി ഇപ്പോൾ ഒരു ലാൻഡ്മാർക്ക്, ഒരു പോസ്റ്റ് ക്രോസ് ചെയ്തിട്ട് 1, 2 എന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളവിടെ എത്താവൂ. റോഡ് വെറ്റാണെങ്കിൽ ഈ 2 സെക്കൻഡ് പോരാ, 4 സെക്കൻഡ് ഇടണം. ഇനി സ്നോ ആണെങ്കിൽ 8 സെക്കൻഡ് ഇടണം. ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ടിലുള്ളവൻ എമർജൻസി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവനെ പോയി ഇടിക്കരുത്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ലൈന്, നമ്മൾ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് എല്ലാം റൈറ്റ് ലൈനിൽ കൂടെ പോകുന്ന കാണുന്നുണ്ട്. കമേഴ്ഷ്യൽ വെഹിക്കിൾസ് എപ്പോഴും ലെഫ്റ്റ് ലൈനാണ് കീപ്പ് ചെയ്യേണ്ടത്. എന്തായാലും കേരളത്തിൽ 6 ലൈൻ റോഡ് വരുമ്പോൾ ആക്സിഡൻസ് കൂടും. ഇവിടുത്തെ റോഡിൽ ഓടിക്കുമ്പം 1 വേ ആണെങ്കിലും 6 ലൈൻ ആണെങ്കിലും എത്ര ലൈനായാലും സൂക്ഷിച്ച് ഓടിക്കുക.